തിരുനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിനം വിശുദ്ധരെ അർപ്പിച്ചുവാൻ അർപ്പിച്ച് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടി തരുവാൻ നമ്മളോടൊപ്പം 3 ബഹുമാനപ്പെട്ട വേദികർ സന്നിഹിതരാണ്. ഇവരെ പരിചയപ്പെടുത്തുവാനും സ്വാഗതം ചെയ്യുവാനുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏറ്റവും നടുക്ക് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സ് മുതുപ്ലാക്കൽ അച്ഛനാണ്. അച്ഛൻ കപ്പൂച്ചിൻ സമാഗമാണ്. അച്ഛനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ കുറച്ചുപേരെങ്കിലും എവിടെയോ കണ്ട് പരിചയമുണ്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഈയിടെയായിട്ട് റീൽസുകളില് ഒരു 4 വൈദികര്, കപ്പൂച്ചിൻ വൈദികര് എന്താ പറയാ, എന്താ ഇപ്പൊ ചെയ്യാം എന്ന റീല് ചെയ്ത ഒരു വൈദികൻ, അല്ലെങ്കിൽ അതിനുശേഷം ഒരുപാട് റീലുകളിലൂടെ ഈശോയുടെ വചന പ്രഘോഷിക്കുന്ന വൈദികരിൽ ഒരാളാണ് ഈ അലക്സ് അച്ഛൻ. ഈ ദിവസങ്ങളിലെല്ലാം ഈ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വചന പ്രഘോഷണം ഏറെ പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ നമുക്ക് ലഭിച്ചത് ഏറെ ദൈവാനുഗ്രഹമാണ്. അച്ഛൻ ഈ നമുക്ക് വേണ്ടി വിശുദ്ധരെ ലഭിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ഇടവകയിലേക്ക്, ഈ സമൂഹത്തിലേക്ക്, ഈ തിരുനാൾ കർമ്മങ്ങളിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ, ഈ ദിനത്തിന്റെ സന്ദേശം നൽകുവാൻ നമ്മളോടുകൂടി അയക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി വെറുതെടുത്ത അച്ഛനാണ്. അച്ഛൻ നമ്മുടെ യുവതയുടെ എടുത്തോടുള്ള ഒന്നാണ്. അച്ഛൻ ഇപ്പോൾ നെല്ലിയാടി സെന്റ് അൽഫോൺസ് പള്ളിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരികയും അച്ഛനെ വലിയൊരു വചന പ്രഘോഷകനാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഈ തിരുനാൾ സന്ദേശം നൽകുവാൻ അച്ഛനോട് ആവശ്യപ്പെട്ട സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ഇതിവിടെ എത്തിച്ചേരുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് സഹകാർമികനായി ഞങ്ങളോട് കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ്. അച്ഛനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പല സന്ദർഭങ്ങളിലെ ഈ ഇടവകയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം അച്ഛൻ നമ്മളോട് കൂടെ ആയിരുന്നിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ വെളുത്തങ്ങാടിക്കടുത്തുള്ള മൂർച്ച ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെയും ഈ തിരുനാളിൽ നിന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ക്ഷണിച്ചുള്ള അച്ഛന് വരികയും ഈ ദിനം നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും സ്നേഹത്തോടുകൂടി എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആരംഭിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മളോട് കൂടെയുള്ള ബഹുമാനപ്പെട്ട മണപ്പാട്ട് അച്ഛനാണ്. അച്ഛനെയും മണപ്പാട്ട് അച്ഛനെയും ഗായക സംഘത്തോടുകൂടെ സിസ്റ്റർ ദേവിയ, സിസ്റ്റർ റോഷൻ, നമ്മുടെ ഇടവകയിലെ ഗായക സംഘത്തെയും, ഒപ്പം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തിരിയുന്ന എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കോട്ടയിൽ ദിനം ഇവിടെ തിരിയുന്ന ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും, ഒപ്പം ദൈവജനത്തെ എല്ലാവരെയും, ഈ ഇടവകളിലെല്ലാം വിരാജപേട്ട, മൂർനാട്, സിദ്ധാപുരം, ഹോസ്കോട്ടെ, ഗോളികുപ്പം, അമ്മത്തി, മറ്റു ഇടവുകളിലെല്ലാം ഇവിടെ തിരിയുന്ന ആർജി, ഇടവുകളിൽ നിന്ന് ഇവിടെ തിരിയുന്ന കിടന്നല്ലൂർ, ഈ ഇടവകളിൽ നിന്ന് ഇവിടെ തിരിയുന്ന എല്ലാ ദൈവജനത്തെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുനാൾ ദിനം ഈ വിശുദ്ധബലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വിശുദ്ധബലി പങ്കുചേരുവാനും ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും എല്ലാവർക്കും പരിശ്രമിക്കാം. തിരുനാൾ കർമ്മങ്ങളിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധ യുദാസിനിയുടെ കരങ്ങളിലൂടെ നമുക്ക് പ്രത്യേകമായി ഈശ്വര അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചക്കാലമായി ഇതിനുവേണ്ടി നാം ആധ്യാത്മികമായി ഒരുങ്ങുകയായിരുന്നു. നവീന ചൊല്ലി പ്രാർത്ഥിച്ചു, ദൈവങ്ങൾ സമർപ്പിച്ചു. ഈ ദിവസങ്ങളിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ ദൈവങ്ങളെയും, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതുവരെയും ഈ ദേവാലയം കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ദൈവങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങൾ ഭക്തിപൂർവ്വം പങ്കുചേരാം. ഒരിക്കൽ കൂടി എല്ലാവരെയും തിരുക്കർമ്മങ്ങളിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യും. This time,
നിന്നോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോട് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് വരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവളുടെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്.